JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വളരെ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു തസ്തികയാണ് LD ക്ലർക്ക്. ധാരാളം ഉദ്യോഗാർത്ഥികൾ ദിവസേന ഫോണിൽ കൂടി ചോദിക്കുമായിരുന്നു, സാറേ ഇനി എന്നാണ് ഒരു LD ക്ലർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതെന്ന്. അപ്പോൾ LD ക്ലർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. ഇന്നലെ ചേർന്ന PSC യോഗത്തിൽ ബീവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ LD ക്ലർക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് PSC യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. പ്രസ്തുത നോട്ടിഫിക്കേഷൻ അടുത്തയാഴ്ച ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ഫെബ്രുവരി 4 തീയതി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതി ലഭിക്കുകയും ചെയ്യുന്ന രീതിയിലായിരിക്കും നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം SSLC യോഗ്യതയുള്ള വളരെ എളുപ്പത്തിൽ റാങ്ക് ലിസ്റ്റിൽ എത്താൻ സാധിക്കാവുന്ന, അതുപോലെ തന്നെ എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കാവുന്ന ഒരു തസ്തിക എന്ന് പറയുന്നതാണ് LD ക്ലർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ LD ക്ലർക്ക് വിജ്ഞാപനങ്ങൾ സാധാരണ ഒരു ലിസ്റ്റിന്റെ പരമാവധി കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. പ്രസ്തുത കാലാവധി തീരുന്നതിന് 6 മാസം മുമ്പ് പുതിയ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുന്നതാണ് സാധാരണ രീതിയിലുള്ള ഒരു റൂള് എന്ന് പറയുന്നത്. LD ക്ലർക്ക് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം പൊതുവെ പ്രിലിമിനറി എക്സാമും അതോടൊപ്പം തന്നെ മെയിൻ എക്സാമും ഒക്കെ പൂർത്തീകരിച്ച് വേണം ഉദ്യോഗാർത്ഥികൾക്ക് റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരാൻ. അതുകൊണ്ട് തന്നെ LD ക്ലർക്ക് വിജ്ഞാപനം വരുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ വിജ്ഞാപനം വരുന്നു എന്ന് അറിയുന്ന ഒരു സാഹചര്യത്തിൽ അതിനുവേണ്ടി മുൻകൂട്ടി തയ്യാറെടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉയർന്ന നിലവാരത്തിലേക്ക് പഠന നിലവാരം ഉയർത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ LD ക്ലർക്ക് വിജ്ഞാപനം അടുത്തയാഴ്ച ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന അവസരത്തിൽ അതിൻ്റെ ഏജ് ലിമിറ്റിനെ സംബന്ധിച്ചിടത്തോളം പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്നതാണ് അതിൻ്റെ ഏജ് ലിമിറ്റ് എത്രയായിരിക്കുമെന്ന്. 18 to 36 ഏജ് ലിമിറ്റ്. സാധാരണ രീതിയിലുള്ള ഒരു വിജ്ഞാപനം ആയതുകൊണ്ട് തന്നെ ഏജ് ലിമിറ്റിൽ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അപ്പോൾ അതുപോലെ തന്നെ OBC-കാർക്ക് 3 വർഷം, SC/ST-കാർക്ക് 5 വർഷത്തെയും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ ശമ്പള സ്കെയില് എന്ന് പറയുന്നത് 18,41,500 ഇതിന്റെ ശമ്പള സ്കെയില് വരുന്നത്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന തസ്തികകളിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ചവിട്ടുപടിയാണ് ഈ LD ക്ലർക്ക് എന്ന് പറയുന്നത്. വികസിതമായ നല്ലൊരു ഓപ്പർച്യൂണിറ്റി, അതായത് നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ LD ക്ലർക്ക് നേടുന്നതിൽ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു തസ്തികയാണ് LD ക്ലർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ LD ക്ലർക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രിലിമിനറി എക്സാമും മെയിൻ എക്സാമും കടന്നു വേണം നമ്മൾ റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേർന്ന് വേണം ജോലി നേടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉടനെ തന്നെ പഠനം ആരംഭിക്കേണ്ടതാണ്. ഇപ്പോൾ തന്നെ കറണ്ട് അഫയേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ എത്ര കണ്ടാണ് തങ്ങളുടെ പഠന നിലവാരം എന്ന് അറിഞ്ഞ് അതിനനുസരിച്ചുള്ള നല്ല രീതിയിലുള്ള ഒരു പഠന നിലവാരവും സ്റ്റഡി പ്ലാനുകളൊക്കെ തയ്യാറാക്കി നല്ല രീതിയിൽ പഠിച്ചു മുമ്പോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഉയർന്ന റാങ്കിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ധാരാളം ഒഴിവുകൾ വരുന്ന ഒരു തസ്തികയാണ് LD ക്ലർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേർന്ന് എല്ലാവർക്കും ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു തസ്തികയാണ് LD ക്ലർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളും വളരെ മികച്ച ഒരു തയ്യാറെടുപ്പ് LD ക്ലർക്ക് തസ്തികയിലേക്ക് നടത്തേണ്ടതാണ്. അപ്പോൾ അതിന്റെ വിജ്ഞാപനം വരുന്ന ഒരു സാഹചര്യത്തിൽ ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു വിജ്ഞാപനം. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠനം ആരംഭിക്കാനുള്ള സമയമായി. ഇന്ന് തന്നെ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ ആരംഭിക്കുക. അതോടൊപ്പം തന്നെ പരീക്ഷ അടുത്ത വർഷം 2026 തന്നെ പരീക്ഷ ഉണ്ടാവുന്നതാണ്. അതിന്റെ PSC പരീക്ഷയുടെ 2026 ടെന്റേറ്റീവ് എക്സാം ഷെഡ്യൂൾ ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു തീയതിയും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്, അറിയാൻ കഴിയുന്നതാണ്. അതനുസരിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠനം കുറെ കൂടി വ്യക്തമായ രീതിയിൽ നടത്തി മുമ്പോട്ട് പോകാൻ സാധിക്കും. എങ്കിൽ പോലും അധികം വൈകാതെ തന്നെ പരീക്ഷ നിങ്ങൾക്ക് അടുത്ത വർഷത്തിന് ഇനി അധികം ദിവസമില്ല. അതുകൊണ്ട് തന്നെ അടുത്ത വർഷം തന്നെ പരീക്ഷ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സമയം മാത്രമേ പഠിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതനുസരിച്ച് കൃത്യമായിട്ടൊരു പഠന രീതി, പഠന നിലവാരം, ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി നിങ്ങൾ പഠനം ആരംഭിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും യോഗ്യരായ എല്ലാവർക്കും ഈ LD ക്ലർക്ക് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കട്ടെ. ഉയർന്ന റാങ്ക് വാങ്ങാനും അതുപോലെ തന്നെ ജോലി ലഭിക്കാനൊക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.